അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16 വ്യാഴാഴ്ച. കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് SNDP സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് അഴിച്ചുപണിയണമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി രാഷ്ട്രീയക്കാർക്കുള്ള ഇടമായി ദേവസ്വം ബോർഡ് അധപതിച്ചുവെന്നും കുറ്റപ്പെടുത്തി. നമ്പൂതിരിമാരും പോറ്റിമാരുമാണ് സ്വർണം കക്കുന്നതെന്ന തന്റെ പ്രസ്താവനയിൽ ബ്രാഹ്മണസഭയോട് ഖേദം പ്രകടിപ്പിച്ച വെള്ളാപ്പള്ളി പത്മകുമാർ കുറ്റക്കാരനാണെന്ന് താൻ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്ന് പ്രശംസിച്ച വെള്ളാപ്പള്ളി KB ഗണേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഗണേഷ് കുമാർ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവനാണെന്നും കുടുംബത്തിന് പാര പണിതവനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഫ്യൂഡൽ മാടമ്പിക്കും അപ്പുറമാണ് ഗണേഷ് കുമാർ. അവന്റെ പാരമ്പര്യമാണിതെന്നും സ്വന്തം അച്ഛന് വരെ പണി കൊടുത്തയാളാണെന്നും സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയെടുത്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിന് മറുപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. അവരവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണമെന്നാണ് KB ഗണേഷ് കുമാറിന്റെ മറുപടി. വെള്ളാപ്പള്ളിയുടെ ലെവലല്ല തന്റെ ലെവലെന്നും പക്വതയും സംസ്കാരവും ഇല്ലാത്തവർ ഈ രീതിയിൽ പ്രതികരിക്കുമെന്നും താൻ ആ രീതിയിൽ താഴാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭിന്നശേഷി അധ്യാപക സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സമവായ നിർദ്ദേശം തള്ളി ക്രൈസ്തവ സഭകൾ. NSSന് കിട്ടിയ അനുകൂല ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് നടപ്പാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് സഭകളുടെ എക്യുമെനിക്കൽ യോഗം വ്യക്തമാക്കുന്നത്. കോടതിയിൽ പോകുന്നതിന് പകരം സർക്കാർ ഉടൻ അനുകൂല ഉത്തരവിറക്കണമെന്നാണ് സഭകളുടെ ആവശ്യം. ആറന്മുള വള്ളസദ്യ വിവാദത്തിലെ ഫേസ്ബുക്ക് വിശദീകരണക്കുറിപ്പ് തിരുത്തി CPM. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്നതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യമിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞത്. ആചാരലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല എന്നാണ് ഇപ്പോൾ തിരുത്തൽ വരുത്തിയത്. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സ്കൂൾ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയവൽക്കരിക്കാൻ മാനേജ്മെന്റ് ആസൂത്രിത ശ്രമം നടത്തിയെന്നും സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. അഭിഭാഷകയുടെ പരാമർശങ്ങൾ പ്രശ്നം വഷളാക്കുന്ന വിധത്തിലുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. പ്രകോപനപരമായ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനങ്ങൾ ആവർത്തിച്ച് മുതിർന്ന CPM നേതാവ് സുധാകരൻ. കഴിഞ്ഞ 5 വർഷമായി ഒരു പാർട്ടി പരിപാടിക്കും തന്നെ വിളിച്ചിട്ടില്ലെന്നും പാർട്ടിക്കായി ഇനി പ്രചാരണത്തിനില്ലെന്നും സുധാകരൻ പറഞ്ഞു. നേതാക്കൾ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്നും തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. അബിൻ വർക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള യുവ നേതാവാണെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിന് വേദന ഉണ്ടാവുക സ്വാഭാവികമാണെന്നും ചാണ്ടി ഉമ്മൻ. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും പാർട്ടി തീരുമാനങ്ങൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അംഗീകരിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അബിൻ വർക്കി കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നും പുനഃസംഘടനയിൽ അബിനെ കൂടി അഭിപ്രായം മാനിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം. ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനം. ബോർഡ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട് DMOയ്ക്ക് കത്ത് നൽകി. സ്വതന്ത്രമായ വിദഗ്ധാഭിപ്രായത്തിന് വേണ്ടിയാണ് ബോർഡ് രൂപീകരണം.
അതേസമയം അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നും സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും സുമയ്യ വ്യക്തമാക്കി. പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. നേരത്തെ ഹർജി നൽകിയ കെ.എ. പോൾ ആണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകുകയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ നടക്കുന്നതായും നിലവിൽ വധശിക്ഷയ്ക്ക് സ്റ്റേ എന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. കേസ് ജനുവരിയിലേക്ക് മാറ്റി. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതിയെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ഓൺലൈനായി ഹാജരാക്കി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ഈ കേസിന് പിന്നാലെ പ്രതി ഇരട്ടക്കൊല നടത്തിയത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ പരാമർശിച്ചായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പ്രിൻസിപ്പൽ ഓഫീസിനു മുന്നിലാണ് ഇന്നു മുതൽ സമരം. 2 ബാച്ചുകളിലായി 120 കുട്ടികളാണ് ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്. പാലക്കാട് പല്ലൻചാത്തൂരിൽ 14-കാരൻ അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്ലാസ് അധ്യാപികയ്ക്കെതിരെ ആരോപണവുമായി കുടുംബം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അർജുനെ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം പരാതിപ്പെടുന്നു. സംഭവത്തിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് പ്രതിഷേധിച്ചു. പാലക്കാട് പല്ലൻചാത്തൂരിൽ 14-കാരൻ അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ മാനേജ്മെന്റ്. ആരോപണ വിധേയയായ അധ്യാപിക ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ടീച്ചറായ ആശയ്ക്കെതിരെയാണ് കുടുംബമടക്കം ആരോപണം ഉന്നയിച്ചത്. ഡിഇഒയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചിട്ടു. അനന്തു അജിയുടെ ആത്മഹത്യയിൽ ആരോപണം നേരിടുന്ന നിധീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഞ്ഞിരപ്പള്ളി കടപ്പാടുള്ള ആശുപത്രി ഉപകരണം വിൽക്കുന്ന കടയാണ് തകർത്തത്. നിലവിൽ നിധീഷ് ഒളിവിലാണെന്നാണ് വിവരം. അനന്തു അജിയുടെ ആത്മഹത്യയിൽ ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. വീടിനടുത്തുള്ള നിധീഷ് മുരളീധരൻ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നായിരുന്നു അനന്തുവിന്റെ വെളിപ്പെടുത്തൽ. കല്ലടിക്കോട് യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 ഏക്കർ മൊരുത്തുംകാട് സ്വദേശികളായ ബിനുവിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൃത്യത്തിനായി ബിനു ഉപയോഗിച്ചിരുന്ന തോക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തും. കുടുംബത്തെ മോശമായി പറഞ്ഞത് നിധിൻ ചോദ്യം ചെയ്തതിന് ബിനു നിധിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം. മുതലപ്പൊഴിയിൽ വെള്ളത്തിൽ നിന്ന് തെറിച്ചു കടലിൽ വീണ് കാണാതായ പെരുമാതുറ വലിയ വിളാകം സ്വദേശി സജീറിന്റെ മകൻ ഷഹാന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവെ തിരയിൽപ്പെട്ട് വെള്ളത്തിൽ നിന്നും തെറിച്ചു കടലിൽ വീഴുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. സൗത്ത് ഏഷ്യൻ സർവകലാശാലയിലെ പീഡന പരാതിയിൽ ഇതുവരെ 100 പേരെ ചോദ്യം ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചെന്നും പോലീസ് വിവരിച്ചു. എന്നാൽ അക്രമികളെക്കുറിച്ച് ഇതിൽ സൂചനയൊന്നും കിട്ടിയിട്ടില്ല. പെൺകുട്ടിക്ക് ലഭിച്ചതായി പറയുന്ന ഇമെയിലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി.
മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിൽ കഫ് സിറപ്പ് ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന 4 വയസ്സുള്ള പെൺകുട്ടി കൂടി മരിച്ചു. മധ്യപ്രദേശ് ചിന്ദ്വാര സ്വദേശിയായ പെൺകുട്ടിയാണ് നാഗ്പൂരിലെ ആശുപത്രിയിൽ മരിച്ചത്. ഇതോടെ കഫ് സിറപ്പ് കഴിച്ചുള്ള ആകെ മരണസംഖ്യ 24 പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കുട്ടിയെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി നാഗ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു. ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക നൽകാനുള്ള സമയം നാളെ അവസാനിക്കും. നവംബർ 6-നാണ് 121 മണ്ഡലങ്ങളിലേക്കുള്ള 1ാം-ഘട്ട വോട്ടെടുപ്പ്. RJD നയിക്കുന്ന മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല. അതേസമയം 101 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് NDA ഘടകകക്ഷികളും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ബീഹാർ കോൺഗ്രസിൽ സീറ്റിനെ ചൊല്ലിയുള്ള തമ്മിലടി വിമാനത്താവളത്തിലും. ദില്ലിയിൽ നിന്ന് ചർച്ച കഴിഞ്ഞെത്തിയ നേതാക്കളെയാണ് സീറ്റ് കച്ചവടം ആരോപിച്ച് വിമാനത്താവളത്തിൽ കയ്യേറ്റം ചെയ്തത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി മഹാസഖ്യത്തിലും NDAയിലും ഭിന്നത രൂക്ഷമായി തുടരുകയാണ്. ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ച നടത്തി എത്തിയ PCC അധ്യക്ഷൻ രാജേഷ് റാമിനും ബീഹാറിന്റെ ചുമതലയുള്ള AICC നേതാവ് കൃഷ്ണ അല്ലാവർക്കുമാണ് എയർപോർട്ടിൽ കയ്യേറ്റം നേരിടേണ്ടി വന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ അഭിഭാഷകൻ രാകേഷ് കിഷോറിനെതിരെ കോടതി അലക്ഷ്യ നടപടിക്ക് അനുമതി. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ് അനുമതി നൽകിയത്. ദീപാവലിക്ക് ശേഷം കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിഷയം സ്വാഭാവികമായ അന്ത്യത്തിന് വിടുന്നതാണ് നല്ലതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിന്റർ ഷെഡ്യൂളിൽ ദുബായ്, തിരുവനന്തപുരം ദുബായ് സെക്ടറിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഇതിനു പുറമെ അബുദാബി, തിരുവനന്തപുരം, അബുദാബി സെക്ടറിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിക്കും. ഡിസംബർ 3 മുതലാണ് ഈ റൂട്ടിൽ സർവീസുകൾ തുടങ്ങുക. പ്രതിവാരം 3 സർവീസുകളാണ് ഈ റൂട്ടിൽ ഉണ്ടാവുക. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. 2025 നവംബർ 25-ന് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുമെന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. ക്ഷേത്രത്തിന്റെ ചിത്രങ്ങളും ട്രസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു കഴിഞ്ഞു. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു. ഇന്ത്യയ്ക്ക് എല്ലാ വർഷവും പുതിയ പ്രധാനമന്ത്രിയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാക്കുപിഴ വലിയ ചർച്ചയാകുന്നു. എന്നാൽ ട്രംപിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാറിപ്പോയതാണ് എന്നാണ് വ്യക്തമാകുന്നത്. താൻ വർഷങ്ങളായി ഇന്ത്യയെ നിരീക്ഷിക്കുന്നു. അതൊരു അവിശ്വസനീയമായ രാജ്യമാണ്. പക്ഷേ എല്ലാ വർഷവും അവിടെ പുതിയൊരു നേതാവുണ്ടാകും. ചിലർ ഏതാനും മാസങ്ങൾ മാത്രം അധികാരത്തിലെത്തിയിരിക്കും. ഇത് വർഷം തോറും തുടരുന്നു. എന്നാൽ എന്റെ സുഹൃത്ത് ഇപ്പോൾ വളരെ കാലമായി അവിടെയുണ്ട് എന്നായിരുന്നു US പ്രസിഡന്റിന്റെ വാക്കുകൾ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് മറുപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിച്ച് മാത്രമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടി. ട്രംപിന്റെ അവകാശവാദം പരോക്ഷമായി തള്ളിയ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ധന ലഭ്യതയും വില പിടിച്ചു നിർത്തുന്നതുമാണ് ഇന്ത്യയുടെ ഇറക്കുമതി നയം നിർണ്ണയിക്കുന്നതെന്നും വിവരിച്ചു. ഗൂഗിളിന്റെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ആഗോളതലത്തിൽ ഇന്നു പുലർച്ചെ പ്രവർത്തനരഹിതമായ ശേഷം തിരിച്ചെത്തി. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 5 മണിയോടെയാണ് യൂട്യൂബ് സ്ട്രീമിംഗ് ഏഷ്യയിലും യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും തടസ്സപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. യൂട്യൂബ് മ്യൂസിക് അടക്കമുള്ള മറ്റ് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും പ്രശ്നം ദൃശ്യമായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.